പരിവാക്കിട്ടു തകർക്കാൻ പറ്റിയ ഉറപ്രയം. കൊച്ചു തമ്പിയാട്ടിയെ പോലെ കഴിയേണ്ട സീതമ്മ ചേച്ചിയുടെ ഒരു ഗതികേടെ. നാട് മുഴുവൻ നടന്ന് വീട്ടുവേലി ചെയ്തില്ലേ കുടുംബം പോറ്റുന്നത്. പോരാത്തതിന് സീതമ്മ ചേച്ചിക്ക് വലിവിന്റെ അസുഖവും. എപ്പ നോക്കിയാലും ആ മരുന്ന് വലിക്ക് നെഞ്ചിലും കൂടെ നടപ്പ്. എന്തായാലും രണ്ടാമക്കളായത് നന്നായി. ഇളയവൻ മന്ദബുദ്ധിയാണെങ്കിലും മൂത്തവൻ മിടുക്കനാ. അവനേതോ വലിയ കരാർ കമ്പനിയിലെ ജോലി എന്നാ പറയുന്നേട്ടെ. എന്നാലും സീതമ്മ ചേച്ചിക്കും ചന്ദ്രപ്പ ചേട്ടനും കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ല. ഇപ്പഴാ പുറമ്പോക്കിലെ കിടപ്പ്. ഈ മൂത്തവൻ ഹരീന്ദ്രനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കാൻ നല്ലൊരു തുക വേണ്ടി വന്നിട്ട്. പിന്നെ ഇളയവന്റെ കാര്യം ചന്ദ്രപ്പച്ചന്റെ അസുഖം. ഇതിനിടയിൽ എവിടുന്ന് ആടി മീതി വെക്കാൻ പറ്റുന്ന? ഞാനും എന്റെ കുടുംബമാണോ ഇന്നത്തെ ചായക്കട ചർച്ച? അതൊന്നും ഇല്ല. നീ പോയി എന്റെ പതിവിക്ക് എടുക്കണം. സുശീലേ സീനമ്മ ഇങ്ങോട്ട് വന്നായിരുന്നോടി കുഞ്ഞെ. വീട്ടിൽ വരുന്ന വഴി ഇവിടുത്തെ ഒരു കട്ടൻ കാപ്പി കുഞ്ഞുണ്ണിക്ക് പലഹാരം പറ്റുവാ. പക്ഷെ ഇന്ന് കണ്ടില്ല. ഇപ്പൊ വരുവായിരിക്കും ചന്ദ്രേട്ടാ. എന്റെ ഇത്ര വലിയ തിരക്ക് നിങ്ങക്ക്. അവിടെ വന്നിട്ട് കാവിലെ പൂരത്തിന് പോകാനാ. നീയാണി എന്നോട് തിരക്ക് ചോദിക്കാൻ. സ്വർഗത്തിലേക്കുള്ള പാത ഒരു ചായക്കോപ്പയിലൂടെ കടന്നു പോകുന്നു. ഒരു ജാപ്പനീസ് പഴമൊഴിയാ. ശരിയാ, ഒരു നല്ല ചായയിലൂടെ ഒന്നാം തരം സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഊട്ടിയുറപ്പിക്കാം. ഈ മുഖം മറിച്ചിട്ട് പത്രം വായിക്കുന്ന മനസ്സിലായോ? അയ്യോ അതാരാ ചേട്ടൻ വന്നപ്പോ തുടങ്ങിയ വായന. എന്റെ അമ്മോ, ഈ തട്ടിപ്പ് നിൽക്കണ വാങ്ങുമ്പോ അതുകൊണ്ടല്ലോ എനിക്ക് രാവിലെ അപ്പയിളക്കി പത്രം വായിക്കണം. എന്നാ നേരത്തെ വായിച്ചോണ്ട് ഇവിടെ വായിച്ചു. അയ്യോടാ, ഇത്രയും വലിയ വായനാശീലുള്ള നീ എങ്ങനെയാണ് ഇമാതിരി വിവരദോഷിയായി പോയത്? പറയാതെ മാധ്യമങ്ങള് നമുക്ക് രാവിലെ വിളമ്പിട്ടില്ല. എന്നതാണ് പത്രം എടുത്ത് നോക്കി കഴിഞ്ഞ ഉടനെ സോഡാ സരിത സ്വർണം സോഫ്റ്റ് തല വലിയില്ല കഷായം ഗ്രീഷ്മ ഇതൊക്കെ തന്നെയല്ല. ആ ഒരു പെണ്ണൊക്കെ കിട്ടി നല്ല രീതി ജീവിക്കണമെന്ന് വിചാരിച്ചാണ്. ഇനി ഒരു പെണ്ണിന്റെ മുഖത്ത് വരും ഞാൻ നോക്കുകയല്ലേ. അയ്യോ, അതുകൊണ്ട് ഞാൻ നീ ഈ ലൈംഗിക ജീവിതത്തിൽ കടന്നാലെന്നാണ്. നീ ലൗകിക ജീവിതം എന്നാണോ ഉദ്ദേശിച്ചത്? അതൊരിക്കലും സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ആരാ സന്യാസി? കൈ തലയിടയാക്കുന്നവൻ, ഭൂമിയെ കിടക്കയാക്കുന്നവൻ, നിലനിൽപ്പിന് വേണ്ടി മാത്രം വന്നു ചേരുന്ന ഭക്ഷണത്തെ ഭുജിക്കുന്നവൻ, ശരീരം കൊണ്ട് എവിടെ വസിച്ചാലും മനസ്സുകൊണ്ട് ബ്രഹ്മത്തിൽ മാത്രം വിശ്വസിക്കുന്നവൻ. അങ്ങനെ ഒരുപാട് നന്മകളുള്ള വ്രതാനുഷ്ഠാനിയാണ് സന്യാസി. സൂപ്പറാ. ഇതൊന്ന് എഴുതി തരാൻ പറ്റുള്ള പള്ളിക്കുറിച്ച് പോകാൻ നിനക്ക് ഞാനിതിനാണ് എഴുതി തരണേ. എന്താ പറഞ്ഞ ഒന്നും അറിയാതെ ഞാനോട്ട് പോയി അടിയുണ്ടല്ലോ. നല്ല അതില്ലാത്ത സ്വയം തീരുമാനിച്ച് നടക്കണ ഇവരൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ മൂന്നിയറുടെ ഹരീന്ദ്രന് ജോലിയൊക്കെ ആയിട്ട് എങ്കിലും പണിയൊക്കെ നിർത്തി വിശ്രമിക്കാൻ മേലെ. വിശ്രമിക്കണം, അതിന് ഭൂമിയുടെ അനുവാദം വേണ്ടേ? മനുഷ്യൻ മണ്ണിനെ ചൂണ്ടി അഹങ്കാരത്തോടെ പറയുന്നു, എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കുന്നത്. അപ്പോ മണ്ണ് വിനയത്തോടെ പറയുന്നു, ഒരു വിലയും നൽകാതെ ഒരു നാൾ നിന്നെയും ഞാൻ എന്റെ സ്വന്തമാക്കുമെന്ന്. എത്രയൊക്കെ ചവിട്ട് മരിച്ചാലും ഒരു നാൾ നിനക്ക് മുകളിൽ ഞാൻ വരുമെന്ന്. സത്യമല്ലേ? അന്ന് വിശ്രമിക്കാം, ഒരു നിത്യനിതാന്ത വിശ്രമം. ഈ
വിശപ്പകറ്റാൻ എന്റെ കുഞ്ഞുണ്ണി ചെയ്ത കുറ്റത്തിന് ഞാൻ എത്രയാ നഷ്ടപരിഹാരം തരേണ്ടത്? ഈ സീതമ്മ തരും. തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ അടിമപ്പണി ചെയ്ത് ഞാനത് കിട്ടും. കൊണ്ടുപോയി കെട്ടിയിട്ട് പോറ്റാൻ വളർത്തുന്ന ഇത് ഞങ്ങളുടെ മോന. ഞങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ നമ്മുടെ പൊന്നു മോൻ. അതിനടിത്തല്ലേ പാവം ദശന്നിട്ടാ അമ്മ മനസ്സ്. കണ്ണു തുറന്ന് നാം ആദ്യം കണ്ടതും വാ തുറന്ന് ആദ്യം വിളിച്ചതും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ പൂക്കൾ നിറച്ചതും ഒരു പെണ്ണാണ്. നാം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരിയായ പെണ്ണ് അമ്മ. തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലിട്ടുറക്കിയ അമ്മമാരെ കട്ടിലുണ്ടായിട്ടും തെരുവിലിട്ടുറക്കുന്ന മക്കളാകരുതേ നമ്മൾ എന്ന പ്രാർത്ഥനയാണ് ഈ നാടകം. വിനയപൂർവ്വം പറയട്ടെ, ഈ കഥ പറയുന്ന ഞങ്ങൾ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പ്രേക്ഷക മിത്രങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാടകം. ഞങ്ങൾക്ക് മുമ്പേ നടന്നുപോയ മഹത്തുക്കൾ കുഴച്ചിട്ട കളിമണ്ണിൽ നിന്നും ഒരല്പം കടമെടുത്ത് ഒരു ശില്പം തീർക്കുകയാണ് ഞങ്ങൾ. ആ കടമെടുപ്പിൽ തന്നെയുണ്ട് ഞങ്ങളുടെ കുമ്പസാരം. അമ്മ മനസ്സ്. നിനക്ക് പറ്റാത്ത പണിക്ക് പോകരുത്. എന്താ കണ്ടു കൂത്താണത്രേ. ഇതാ പറയുന്നത്. മേട് പറയുന്നു ഒന്നിനെ ചുമ മറ്റൊന്നിന് ശ്വാസം പച്ച തവല. ഇനി പല മണ്ണെണ്ണ കോരി ഒഴിയടി. പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം നാശം, തന്നേക്കാ വലിയ നാശം. അതെ, കുറെ നേരമല്ല ഫോണിട്ട് പണിയുന്നു. ഹരിക്കുട്ടങ്ങനെ പിന്നെ വിളിച്ചേട്ടാ. ഇനി അഥവാ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കുന്ത്രാണ്ട് അലക്കയില്ലാണ്ട് കിടക്കുകയല്ലേ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ തെങ്ങേ കയറിയപ്പോ മണ്ടേ നിന്നിട്ട് ചേർക്കുന്നതെന്ന് വിളിച്ചതാ. ഉപ്പിരി വിട്ടുതാണ്ടേ ഫോണേ. പിന്നെ റബ്ബറൊക്കെ ഇട്ട് കെട്ടി വെച്ചപ്പോ കിടക്കുന്നത് ശരിയായതാടി. പക്ഷെ ഇത് പിന്നെ പോയി. അതെങ്ങനാ? ഇനി പഴയ ഒരെണ്ണം വാങ്ങണമെങ്കിൽ രൂപ 1,500 വേണം. കടം മേടിച്ചിട്ടാണെങ്കിലും കാശ് അതെങ്ങനെ കയ്യിലോട്ട് കിട്ടി അതുമായിട്ട് നേരെ കോന്നി ബീവറേജിലോട്ടായി. അതിനോട് 3-4 കെട്ട് ബീഡി തീയും പട്ടി വാങ്ങിക്കും. എനിക്കറിയത്തില്ല ചന്ദ്ര നിന്നെ. അയ്യോ
എനിക്ക് വേണ്ടത് നിന്റെ 500 ഉലുവാ. എന്റെ ഹരിക്കുട്ടനെ ആ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി സ്ഥിരമായെന്ന കഴിഞ്ഞ വരെ വന്നപ്പോ പറഞ്ഞിട്ട് പോയത്. അവന് ശമ്പളം കിട്ടി തുടങ്ങിയ പിന്നെ എനിക്ക് എന്തിനാണ് ഈ ചപ്പടാക്കി ഫോൺ? അവനെ എനിക്ക് ആപ്പിള് വാങ്ങിത്തരും. അവൻ ആപ്പിള് മേടിക്കുന്നെങ്കിലേ അത് അവന്റെ കൂടപ്പുറപ്പിൽ നിന്നാണ്, അല്ല നിങ്ങൾക്ക് മുറുങ്ങാനല്ല. ഇവരൊക്കെ അറിവില്ലായ്മ ഇപ്പുറത്തെ എന്റെ പൊണ്ണു ഭാര്യയെ. ഇനി ആപ്പിളെന്ന് വെച്ചാൽ ചെഞ്ചുന്ന ആപ്പിളല്ല, ആപ്പിൾ ഫോൺ വലിയ വിലയാകുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ആപ്പിളും മേടിക്കും, ഓറഞ്ചും മേടിക്കും. പട്ടിണി കടന്നും കൂലിവേല ചെയ്തും അവനെ പഠിപ്പിച്ച് ഇത്രത്തോളം ആക്കിയതേ എന്റെ ഹരിക്കുട്ടിലൊരു സ്ഥിര വരുമാനമാകുമ്പോ എനിക്ക് നിവർന്നൊന്നൊന്ന് ശ്വാസം വിടാനാണ്. ഇടവപ്പാതി തുലാവർഷമൊക്കെ വരുമ്പോ എന്റെ കുഞ്ഞുണ്ണിക്ക് ഇടിമിന്നലെ പേടിക്കാതെ കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു കുഞ്ഞു വീട്, പിന്നെ അവന്റെ ചികിത്സ, മറ്റു കാര്യങ്ങൾ. ഇനി അതൊക്കെ ഹരി വേണം നോക്കാൻ. മക്കളെ കണ്ടു ബാബു കൊണ്ട് മോഹിക്കരുതെന്ന. പക്ഷെ നിനക്ക് മോഹിക്കാം. കാരണം കള്ളക്കടം മേടിച്ചും വലിയ വീടുകളിൽ അടുക്കളകളിൽ മാറി മാറി പണി ചെയ്തും അവനെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ നീയാ. ഞാനിങ്ങനെ വയ്യാന്നു സുഖമില്ലെന്നൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞ് ആ കൈ വഴയോളം തുടയുക, അവസാനം ഒടുക്കുക. ചന്ദ്രൻ ഓർമ്മയുണ്ടോ? ഒരിക്കലും കുഞ്ഞുണ്ണി ഹരിയൊക്കെ കുഞ്ഞുങ്ങളാ. ഇടിയും മിന്നലും പെരുമഴയും പേടിച്ചിട്ട് വിശക്കുന്നോന്ന് പോലും പറയാതെ കുഞ്ഞുണ്ണി തല വഴിയെ മൂടിപ്പോച്ച് നമ്മുടെ കയറ്റുകെട്ടിനടിയില്ല. ഹരിക്കോട്ടനാണെങ്കിലോ കൊള്ളുന്ന വഴി. നമ്മുടെ കയ്യിലാണെങ്കിൽ സർക്കാർ ആശുപത്രി പോകാൻ പോലും കാശില്ല. ഞാനിപ്പോ വരാടി എന്നും പറഞ്ഞ് ചന്ദ്രൻ ആ പെരുമഴയത്ത് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടവാ. തിരികെ വന്നപ്പോ കയ്യിൽ കുറെ കാപ്പിപ്പൊടിയും കുരുമുളകും തുളസിയിലയും പിന്നെ എന്തൊക്കെയോ വെടിപൊടികളും ഒക്കെ കൂടി ഒരു കലത്തിലിട്ട് നനഞ്ഞ വെറും ഊതി ഊതി കത്തിച്ച് ചന്ദ്രൻ ഒരു കാപ്പി ഉണ്ടാക്കി ഹരിക്കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവനെ മാറോടടക്കി ഒരു കീറ പുതപ്പ് ചുറ്റി നമ്മുടെ ഈ കുടില് ചോരാത്ത ഇടങ്ങൾ കണ്ടെത്തി നേരം പുലരുവോളം അങ്ങോട്ടും ഇങ്ങോട്ടും. പുലർച്ചെ ഹരിക്കൊണ്ട പനി അശേഷം ഉണ്ടായിരുന്നില്ല. അന്ന് അവനെ സുഖപ്പെടുത്തിയ ഒരു മഹാവൈദ്യമല്ല. ഈ ഇടനെഞ്ചിലെ ചൂടിന് നമ്മുടെ മോനോടുള്ള സ്നേഹത്തിന്റെ നൈർമല്യ ശക്തിയും കൊണ്ടാ. അന്ന് ചന്ദ്രേട്ടൻ ചെയ്തതിനപ്പുറം ഒന്നും ചെയ്യാൻ ഈ അമ്മച്ചി കഴിഞ്ഞിട്ടില്ല.